രാജ്യത്ത് നിന്ന് വിദേശത്തേക്കും തിരിച്ചുമുള്ള എല്ലാ ഇന്ത്യൻ വിമാനങ്ങളിലും ഒരു രഹസ്യ യാത്രക്കാരൻ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷം ഇന്ത്യയിലെ വിമാനങ്ങളെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷയെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് അതിൽ കൂടുതലും. അതിനിടയിലാണ് വിമാനത്തിനുള്ളിൽ ഒരു രഹസ്യ യാത്രക്കാരനുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. വിമാന റാഞ്ചലുണ്ടായാൽ നേരിടാൻ നിയോഗിക്കപ്പെട്ട കമാൻഡോയാണ് ഈ രഹസ്യ യാത്രക്കാരൻ. ഏറെ വിവാദമായ കാണ്ഡഹാർ വിമാനം റാഞ്ചൽ സംഭവത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നടപടി. യാത്രക്കാരൻ ആരെന്നത് ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ നഗരത്തിൽ നിന്ന് 15 മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിലെത്താൻ കഴിയുന്ന 66 കമാൻഡോസ് നഗരത്തിലും തയ്യാറായുണ്ട്. സമീപ ജില്ലകളിലേക്ക് ഓടിയെത്താനും ഏത് സാഹചര്യത്തിനും പ്രവർത്തിക്കാനും ശേഷിയുള്ളവരാണ് ഇവർ. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നീ വിഭാഗങ്ങളുടെ നേരിട്ടുള്ള പരിശീലനം ലഭിച്ചവരാണ് ഈ സംഘത്തിലുള്ളവർ. കേരള പോലീസിന് 2 കമാൻഡോ വിഭാഗമാണുള്ളത്. ഇതിൽ Z+ കാറ്റഗറി സുരക്ഷയുള്ള VIP-കൾക്കുള്ള സുരക്ഷയൊരുക്കുന്നതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച സംസ്ഥാന പോലീസ് കമാൻഡോ വിഭാഗവും ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ കീഴിലുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും SOGയിൽ 521 പേരുമാണുള്ളത്. കേരളത്തിലെ നക്സൽ ബാധിത ജില്ലകളിലാണ് ഇവരെ വിന്യസിച്ചിട്ടുള്ളത്. ഇവർക്ക് ഹൈദരാബാദിലെ ഗ്രേഹൺ കമാൻഡോ പരിശീലന കേന്ദ്രത്തിന്റെയും CRPF കമാൻഡോ വിങ്ങിന്റെയും പരിശീലനമാണ് ലഭിച്ചത്. ആസാം, മഹാരാഷ്ട്ര, കോയമ്പത്തൂർ, ഹസാരിബാഗ്, ഇൻഡോർ, ചെന്നൈ, ശിവപുരി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ സൈനിക, അർദ്ധസൈനിക ഗ്രൂപ്പുകൾ നടത്തുന്ന വിവിധ കമാൻഡോ പരിശീലനങ്ങളും നേടിയവരാണ് ഇവർ. തീവ്രവാദ ആക്രമണം തടയാൻ വനമേഖലയിലെ ഓപ്പറേഷൻ, മലനിരകളിലെ അപകടം പിടിച്ച മേഖലകൾ, ഷാർപ്പ് ഷൂട്ടിംഗ് തുടങ്ങി മികവിനനുസരിച്ചുള്ള പരിശീലന കേന്ദ്രങ്ങളിലേക്ക് അയക്കും. ഇവർക്കെല്ലാം NSGയുടെയും ASPGയുടെയും ഏറ്റവും പുതിയ പരിശീലനവും 3 മാസത്തെ ഇടവേളകൾ നൽകാറുണ്ട്. ഒരാളുടെ ഇത്തരം ഇടക്കാല പരിശീലനത്തിന് 65,000 രൂപ വരെ ചിലവാകും. ലാത്തിയിൽ തുടങ്ങി പഴയ 303 റൈഫിളുകൾ കടന്ന് ഇപ്പോൾ ഇൻസാസ് SLR തോക്കുകളാണ് കേരള പോലീസിന്റെ കയ്യിലുള്ളത്. എന്നാൽ കമാൻഡോസിന് നൽകുന്നത് ഇതൊന്നുമല്ല. കമാൻഡോ വിഭാഗത്തിന്റെ ആദ്യ ആയുധം കയ്യിലൊതുങ്ങുന്ന പിസ്റ്റലാണ്. ഏറ്റവും അടുത്തെത്തുന്ന ശത്രുവിനെ വീഴ്ത്താൻ VVIPയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 4 പേർക്കായിരിക്കും ഈ പിസ്റ്റൽ നൽകുക. ഈ സുരക്ഷാ റൗണ്ടിന് പുറത്ത് 4 കമാൻഡോസ് കയ്യിൽ കരുതുക AK-47. ദൂരെയുള്ള ശത്രുവിനെ ലക്ഷ്യമിടുന്നതിനാണിത്. കേരളത്തിൽ ഈ സുരക്ഷയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കുമാണ്. Z+ സുരക്ഷയുള്ളവർക്കാണ് ഈ സുരക്ഷ നൽകുന്നത്. എന്നാൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന ASPG സേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന MP5 ഇനത്തിൽപ്പെട്ട പിസ്റ്റൽ കേരളത്തിലെ കമാൻഡോസിന് നൽകിയിട്ടില്ല. VIP സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ള സംസ്ഥാന പോലീസ് കമാൻഡോസിനെ കൂടാതെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ അർബൻ കമാൻഡോയിലെ അവഞ്ചേഴ്സ് എന്നറിയപ്പെടുന്ന 26 പേർ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായാൽ 5 മിനിറ്റിനുള്ളിൽ ക്യാമ്പിൽ നിന്നും പുറപ്പെടാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാണ് അവഞ്ചേഴ്സ്. ഇവരെ കൂടാതെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗത്തിന്റെ 50 കമാൻഡോസ് ആണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയും വഹിക്കുന്നത്. അതേസമയം ജൂൺ 12-ന് അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചവരിൽ 3-ൽ 2 പേരുടെയും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയതായി എയർ ഇന്ത്യ വെള്ളിയാഴ്ച അറിയിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ ഡ്രീം ലൈനർ പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണു. വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 പേരും നിലത്തുണ്ടായിരുന്ന 19 പേരും ഉൾപ്പെടെ 260 പേർ കൊല്ലപ്പെട്ടു. സമീപ ദശകങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമ ദുരന്തങ്ങളിൽ ഒന്നാണിത്. കുടുംബാംഗങ്ങൾക്ക് ഇടക്കാല നഷ്ടപരിഹാരം ലഭിക്കാൻ ഞങ്ങളുടെ ടീമുകൾ സഹായിച്ചു വരികയാണ്. ബാധിതരായ ഓരോ കുടുംബത്തിനും എയർ ഇന്ത്യ പ്രതിനിധി നേരിട്ട് സഹായം നൽകുന്നുണ്ട്. ഏകദേശം 3-ൽ 2 ഭാഗത്തിനും ഇതിനകം പണം ലഭിച്ചു, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലാണെന്ന് എയർ ഇന്ത്യ CEOയും മാനേജിംഗ് ഡയറക്ടറുമായ ക്യാമ്പൽ വിൽസൺ ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എയർ ഇന്ത്യ നേരത്തെ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ ഇടക്കാല സഹായം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.